ഞാൻ ഒന്ന് ഈ വാദിച്ച് ജയിക്കാനും തോൽക്കാനും ഇത് സ്മൃതിയുടെ കോടതിയൊന്നും അല്ലല്ലോ. നമ്മളൊരു ഡിബേറ്റ് അല്ലേ? താങ്കൾ തന്നെ പലപ്പോഴും പറഞ്ഞു ഡിബേറ്റ് ആണെന്ന്. ഇതിനേക്കാൾ നല്ലത് നിങ്ങൾ കോൺഗ്രസിന്റെ കുപ്പായിട്, നിങ്ങൾ റിപ്പോർട്ടർ ചാനലിന്റെ ആങ്കർ എന്ന് പറയല്ല. നിങ്ങൾ അതിനെന്തൊരു അന്തസ്സുണ്ട്? നിങ്ങൾക്കൊക്കെ വല്ലാതെ വ്രണപ്പെട്ട ആ പാട്ട് അയ്യപ്പനെതിരെയുള്ളതല്ല, അയ്യപ്പന് സ്വർണം കട്ടവർക്കെതിരെയുള്ളതാണ്. അതായത് നിങ്ങൾക്കെതിരെ CPM-നെതിരെ വിമർശനം ഉന്നയിച്ചുകൊണ്ട് കോൺഗ്രസ് അനുയായികൾ ഉണ്ടാക്കിയ പാട്ടാണ്. അതല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് താങ്കൾ പങ്കുവച്ച പാട്ടിലെ ദൃശ്യങ്ങൾ, താങ്കൾ ഉത്തരവാദപ്പെട്ട നേതാവാണല്ലോ, താങ്കൾ പങ്കുവച്ച ദൃശ്യങ്ങൾ, ആ ദൃശ്യങ്ങളിൽ AI ദൃശ്യങ്ങളുണ്ട്, AI ചിത്രങ്ങളുണ്ട്. അതിൽ സോണിയാഗാന്ധി വെളുക്കനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നു പോറ്റിയെ നോക്കി. അപ്പോൾ ഇങ്ങനെയുള്ള AI ചിത്രം പങ്കുവച്ച താങ്കൾക്കെതിരെ കലാപാഹന കേസ് വേണ്ടേ? അത് ഇതിനകത്ത് നോക്കൂ നിങ്ങൾ. ആ ചിത്രത്തിലെ ഈ സോണിയാഗാന്ധിക്ക് പോയിട്ട് ബ്രേസ്ലെറ്റ് കൊടുക്കുന്നത് AI ചിത്രമാണോ? സോണിയാഗാന്ധിയുടെ കൂടെ കോൺഗ്രസിന്റെ MP-മാരും ഇപ്പൊ കേസിൽ പ്രതിയായി ജയിലിൽ കിടക്കുന്നവരും കിടക്കുന്നത് AI ചിത്രമാണോ? ഇതെല്ലാം കൃത്യമായിട്ടുള്ള തെളിവുകൾ. അതാരാണ് കൊണ്ടുപോയത് എന്നതിന് കോൺഗ്രസിന് ഒരു നാഥൻ തന്നെ ഇല്ല. അല്ലെങ്കിൽ അതിന് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിരിക്കുന്ന നിങ്ങളുടെ നേതാവ് ജയിലിലാണ്. നിങ്ങൾക്കിത് ചോദിക്കാൻ എന്ത് അർഹത എന്ന് തിരിച്ചു ചോദിച്ചാൽ അങ്ങ് മറുപടി പറയണം. ഒന്നാമത്തെ കാര്യം, ഈ പറയുന്ന സുബ്രഹ്മണ്യൻ പങ്കുവച്ച ചിത്രങ്ങളിൽ പിണറായി വിജയനും പോറ്റിയുമൊത്തുള്ള ആ ചടങ്ങിലെ ദൃശ്യങ്ങളുണ്ട്, ഫോട്ടോകളുണ്ട്. പ്ലസ് താങ്കൾ പറയുന്ന AI ചിത്രവുമുണ്ട്. AI ചിത്രങ്ങൾ മാത്രമല്ല ഷെയർ ചെയ്തിരുന്നത്, കുറേ ചിത്രങ്ങൾക്കൊപ്പം ഒരു AI ചിത്രവും. താങ്കളും ഇപ്പോൾ അതാണ് ചെയ്തിരിക്കുന്നത്. ഈ സോണിയാഗാന്ധിയെ കാണാനായി പോയിരിക്കുന്ന പോറ്റിയും അടൂർ പ്രകാശും ഒക്കെയുള്ള ദൃശ്യങ്ങൾക്കൊപ്പം ഈ പറയുന്ന AI ചിത്രമുണ്ട്. താങ്കൾക്ക് അതിന്റെ ഉത്തരവാദിത്വം താങ്കൾക്ക് ഇപ്പോൾ ഏറ്റെടുക്കാം, ഈ ഡിബേറ്റിൽ ഏറ്റെടുക്കാം. ഞാൻ അത് ചെയ്തു പോയത് തെറ്റായിപ്പെങ്കിൽ അങ്ങേക്ക് ഇപ്പോൾ പറയാം. അല്ല, ശരിയാണെങ്കിൽ അത് നിങ്ങൾ വാദിച്ച് ജയിക്കണം. ഞാൻ ഒന്ന് ഈ വാദിച്ച് ജയിക്കാനും തോൽക്കാനും ഇത് സ്മൃതിയുടെ കോടതിയൊന്നും അല്ലല്ലോ. നമ്മളൊരു ഡിബേറ്റ് അല്ലേ? താങ്കൾ തന്നെ പലപ്പോഴും പറഞ്ഞു ഡിബേറ്റ് ആണെന്ന്. അപ്പൊ ഡിബേറ്റ് ആയിട്ട് എടുത്താൽ മതി. അവിടെ വാദിച്ച് ജയിക്കണോ നോക്കണോ എന്നുള്ളത് വേറെ CPM തീരുമാനിച്ചാൽ, അങ്ങനെ എന്നെ പ്രതിനിധിയായിട്ട് അയച്ചാൽ അപ്പൊ പറയാം. ജയിക്കണോ നോക്കണോ എന്നൊന്നും അങ്ങനെ സ്മൃതി. അതുകൊണ്ട് ഞാൻ പറയട്ടെ, അങ്ങനെ നിങ്ങൾ ഒരു വാചകത്തിലൊന്നും ഉത്തരം പറയാൻ ഇത് 1ാം ക്ലാസ്സിലെ പരീക്ഷയല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് പറയാൻ അനുവദിക്കൂ. താങ്കൾ ഇടയിൽ കയറാതെ സംസാരിക്കാൻ സമയം തന്നാൽ സംസാരിക്കും, ഇല്ലെങ്കിൽ താങ്കൾ കയറി വന്നാൽ ഞാൻ അപ്പം നിർത്തും. അത്രേ ഉള്ളൂ. അപ്പൊ അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഇവിടെ വളരെ കൃത്യമാണ്. നമ്മുടെ മുന്നിൽ ഈ ആളുകളെ പൊട്ടനാക്കാൻ കഴിയുന്ന വിധത്തിൽ സ്മൃതിക്ക് അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ഞങ്ങളുടെ ചർച്ചയുടെ ഫ്ലോ തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ പറഞ്ഞാലൊന്നും ആളുകളുടെ മുന്നിലുള്ള ബോധ്യം ഇല്ലാതാകുന്നില്ല. നമ്മുടെ മുന്നിൽ വളരെ കൃത്യമായിട്ട് നിൽക്കുകയല്ലേ. ഇപ്പൊ കോൺഗ്രസിന്റെ MP-മാർ 2 പേരും പ്രതികരിച്ചു. ആന്റണിയും പ്രതികരിച്ചു, അടൂർ പ്രകാശും പ്രതികരിച്ചു. അവർ ഉത്തരവാദിത്തം ഏറ്റെടുത്തോ? ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൂട്ടിയിട്ട് സോണിയാഗാന്ധിയെ കാണാൻ പോയത്. ഏത് സോണിയാഗാന്ധിയെ? ഇപ്പൊ അധികാരമൊന്നും ഇല്ലാതിരിക്കുന്ന സോണിയാഗാന്ധിയെ അല്ല. UPA ഗവൺമെന്റ് ഇന്ത്യയുടെ അധികാരത്തിലിരിക്കുന്ന കാലത്ത് ആ ഭരണകക്ഷിയുടെ ഏകോപന സമിതിയുടെ ചെയർപേഴ്സൺ ക്യാബിനറ്റ് റാങ്കിൽ, വെറുതെ അല്ല, ക്യാബിനറ്റ് റാങ്കോടുകൂടി അധികാരത്തിലിരിക്കുന്ന സോണിയാഗാന്ധിയെയാണ് കാണാൻ പോയത്. അങ്ങനെ കാണാൻ പോയത് എങ്ങനെ? ആരാണ് അവർക്ക് അവിടത്തേക്ക് പാസ് വാങ്ങിച്ചു കൊടുത്തത്? ഇന്നുള്ളതിനേക്കാൾ ഇപ്പൊ പോലും അവർക്ക് വലിയ SPG പ്രൊട്ടക്ഷൻ ആണ്. അന്ന് സ്വന്തം പാർട്ടി അധികാരത്തിലിരിക്കുമ്പോൾ അവർക്കുണ്ടായിരുന്ന പ്രൊട്ടക്ഷൻ എത്രമാത്രം വലുതാണെന്ന് അറിയാമല്ലോ. ഏറ്റെടുക്കട്ടെ. അതല്ലാതെ കംപ്ലീറ്റ് ചെയ്യാൻ അനുവദിക്കൂ. ഒരു വാചകം കംപ്ലീറ്റ് ചെയ്യാൻ അനുവദിക്കൂ. എന്തിനാ ഇങ്ങനെ ഇടയ്ക്ക് കയറി തോന്നുന്നു? നിങ്ങളടുത്തല്ലേ ഉള്ളത്, സമയം മുഴുവൻ ഉണ്ടല്ലോ. അതുകൊണ്ട് ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. അപ്പൊ വളരെ കൃത്യമാണ് നമ്മുടെ മുന്നിൽ. അങ്ങനെ അധികാരവും പദവിയും എല്ലാം ഉള്ള കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിന്റെ അടുത്ത് എങ്ങനെ ഈ കള്ളന്മാരെത്തി, ഈ മോഷ്ടാക്കൾ എത്തി എന്നതിന് ഇപ്പോഴും ഒരു നാഥനില്ല. ശ്രീ VP മുസ്തഫ, ഈ ഫോട്ടോ യുദ്ധം തുടങ്ങിയത് മുഖ്യമന്ത്രിയാണ്. അപ്പോൾ മുഖ്യമന്ത്രി തന്നെ അത് അവസാനിപ്പിക്കേണ്ടി വരുമെന്നുള്ളതാണ് കോൺഗ്രസും പറയുന്നത്. കാരണം മുഖ്യമന്ത്രിയാണല്ലോ വാർത്താ സമ്മേളനത്തിൽ ഈ പറഞ്ഞ സോണിയാഗാന്ധിയുടെ കയ്യിൽ ചരട് കെട്ടിയ ചിത്രം എന്ന് പറഞ്ഞതും അവിടേക്ക് നേതാക്കൾ കൊണ്ടുപോയതിനെ കുറിച്ചൊക്കെ പറഞ്ഞത്. അപ്പോൾ ആ ചിത്രത്തെക്കുറിച്ച് പറയുമ്പോൾ കടകംപള്ളിയും ഈ പറയുന്ന പോറ്റിയും ഒരു പോലീസ് ഉദ്യോഗസ്ഥനും ബാംഗ്ലൂർ എയർപോർട്ടിന് പുറത്തിരുന്ന കൂടിയാലോചനകൾ നടത്തുന്ന ചിത്രം പഴയതല്ല കേട്ടോ, പുതിയ ചിത്രമാണ്, മന്ത്രിയായ ശേഷമുള്ള ചിത്രമാണ്. അതിലും കൂടി ഒരു ദുരൂഹത നീക്കണ്ടേ? നീക്കുമ്പോൾ എല്ലാം നീക്കണ്ടേ? സ്മൃതി, ഇപ്പോൾ 10-40 മിനിറ്റോളം നിങ്ങൾ 4-5 പേര് വളരെ ഫ്ലോ ആയിട്ട് സംസാരിച്ചതാണ്. ഏറ്റവും അവസാനത്തെ റൗണ്ടിലാണ്, നിയാസിനുള്ള 2ാം റൗണ്ടിലാണ് ചില ഇടച്ചോദ്യങ്ങൾ സ്മൃതിക്കുണ്ടായത്. അതുപോലെ
അദ്ദേഹത്തിൻ്റെ സംസാരത്തിൻ്റെ ഫ്ലോയെ തടസ്സപ്പെടുത്താത്ത വിധത്തിലാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാം പറഞ്ഞ വിഷയങ്ങൾക്ക് കുറച്ച് പറയാനുണ്ട്. അതുകൊണ്ട് സ്മൃതിക്ക് ഇടയ്ക്ക് ചോദിക്കാനുണ്ടാവും, പക്ഷേ ആ ഇടയ്ക്ക് ചോദിക്കരുത്, ഫ്ലോ തടസ്സപ്പെടുത്തരുത് എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെ വിഷയം എന്താ, താങ്കൾ എൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ ഞാൻ ഷെയർ ചെയ്ത ഒന്നുണ്ട്, അത് ഷെയറാണ്, അത് നോക്കിയാൽ നിങ്ങൾക്കറിയാം. ഞാൻ എൻ്റെ വാളിൽ ഒറിജിനലായിട്ട് ഉണ്ടാക്കിയതല്ല, ഞാൻ ഷെയർ ചെയ്താണ്. പക്ഷെ എന്നിട്ട് പോലും താങ്കൾ സൂചിപ്പിച്ച ആ വീഡിയോക്ക് അവിടെ AI ജനറേറ്റഡ് എന്ന് കൃത്യമായി രേഖപ്പെടുത്തി കാണാം. അത് താങ്കൾ കണ്ടിട്ടും പരാമർശിക്കുന്നില്ല, താങ്കൾക്ക് അറിയാവുന്നതാണ്. AI ജനറേറ്റഡ് എന്ന് കൃത്യമായിട്ട് ഞാൻ ഷെയർ ചെയ്ത വീഡിയോയിലുണ്ട്. എന്നാൽ ഇവിടെ ഈ പറയുന്ന വലിയ നേതാവായിട്ടുള്ള സുബ്രഹ്മണ്യൻ ഷെയർ ചെയ്തതല്ല. അത് നിങ്ങൾ അദ്ദേഹത്തിൻ്റെ FB വാളിൽ പോയി നോക്കൂ. അത് നോക്കുന്ന ഏത് സാധാരണക്കാരനും മനസ്സിലാവും അത് അദ്ദേഹം ഒറിജിനലായിട്ട് ഷെയർ ചെയ്യുകയാണ്. അദ്ദേഹം FBയിൽ നിന്ന് ഫോട്ടോ എടുത്തു, പക്ഷേ ആ ഫോട്ടോകൾ ഉപയോഗിച്ച് ആ പോസ്റ്റ് എന്ന് പറയുന്നത് അദ്ദേഹം സ്വയമേവ ഉണ്ടാക്കി, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സഹായികൾ ഉണ്ടാക്കി കൊടുത്ത് അദ്ദേഹത്തിൻ്റെ വാളിൽ അദ്ദേഹം സ്വയം പോസ്റ്റ് ചെയ്യുന്നതാണ്. വേറെയാൾ പോസ്റ്റ് ചെയ്ത് അദ്ദേഹം ഷെയർ ചെയ്തതല്ല. അവിടെയാണ് ഒരു വ്യാജ ചിത്രം വരുന്നത്. FBയിലുള്ള ഒറിജിനൽ ഫോട്ടോ വെച്ചാൽ കേസ് ഉണ്ടാവില്ലല്ലോ, ചർച്ച ഉണ്ടാവില്ലല്ലോ, കുലുമാൽ ഉണ്ടാവില്ലല്ലോ. ഇവിടെ പ്രശ്നം എന്താ, നേരത്തെ ചേക്കുട്ടി വലിയ വിശേഷണം കൊടുത്ത് പറഞ്ഞിട്ടുള്ള ഈ കോൺഗ്രസ് നേതാവ് ഒരു വ്യാജ ചിത്രം ഷെയർ ചെയ്യുകയാണ്. ആ വ്യാജ ചിത്രം ഏതാ? ഈ ഒറിജിനൽ ഫോട്ടോയെ വക്രീകരിച്ച് AI ഉപയോഗിച്ചുണ്ടാക്കുന്നതാണ്. അങ്ങനെ AI ഉപയോഗിച്ച് ഉണ്ടാക്കുമ്പോൾ AI ജനറേറ്റഡ് എന്ന് അതിൽ രേഖപ്പെടുത്തണം. അത് അഭിഭാഷകനായ അനന്തപത്മനാഭൻ അറിയാമല്ലോ, അദ്ദേഹം പോലും അതിനെക്കുറിച്ച് പറയുന്നില്ല. ഇതാണ് അതിനകത്തുള്ള വിഷയം. ഇത് നമ്മൾ കൃത്യമായിട്ട് കാണേണ്ടതല്ലേ? ഇങ്ങനെയല്ലേ ഈ സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ഈ ശബരിമല വിഷയത്തിന്റെ പേരിൽ തന്നെ പിണറായിക്കെതിരെ ഈ നിയാസ് ഉൾപ്പെടെ കഴിഞ്ഞ 3-4 മാസമായിട്ട് പ്രസംഗിക്കുകയല്ലേ. എവിടെയെങ്കിലും കേസെടുത്തോ? മുഖ്യമന്ത്രി അപമാനിച്ചു, ആക്ഷേപിച്ചു, സർക്കാരിനെ വിമർശിച്ചു എന്ന് പറഞ്ഞിട്ട് പ്രതിപക്ഷ നേതാവ്, സാധാരണ കോൺഗ്രസ് പ്രവർത്തകർ, UDF പ്രവർത്തകരൊക്കെ ഈ തെരഞ്ഞെടുപ്പിലെ കുടുംബയോഗങ്ങളിൽ, കോർണർ യോഗങ്ങളിലൊക്കെ ഏതൊക്കെ ഭാഷ ഉപയോഗിച്ച് പറഞ്ഞു? എവിടെയെങ്കിലും കേസോ പ്രശ്നങ്ങളോ ഉണ്ടായിട്ടില്ല? ഇല്ല. ഇവിടെ ബോധപൂർവം അങ്ങേയറ്റത്തെ ഇത് നേരത്തെ ചെയ്യുന്നില്ലേ? നിങ്ങളുടെ റിപ്പോർട്ടർ ചാനലിൽ അരുൺകുമാർ നടത്തുന്ന ശൈല ടീച്ചറുമായിട്ടുള്ള ഇന്റർവ്യൂ, അതിന്റെ ഒരു പ്രത്യേക ഭാഗം അടർത്തിയെടുത്ത് പ്രത്യേക രീതിയിൽ പ്രചരിപ്പിച്ചിരുന്നില്ലേ? അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. അതിന് കേസിന് പോയിട്ടില്ല, പക്ഷെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായത് വലിയ നിലയിൽ വിമർശിക്കപ്പെട്ടിട്ടില്ലേ? EP ജയരാജൻ ഒരു കല്യാണ ഫോട്ടോയിൽ, ഇതേ മുഖ്യമന്ത്രിയുടെ മകളുടെ കല്യാണ ഫോട്ടോയിൽ നിൽക്കുന്ന ഫോട്ടോ, അതിന്റെ ഫോട്ടോ എടുത്തിട്ട് അത് മോർഫ് ചെയ്ത് മാറ്റിയിട്ട് എടുത്ത് പ്രസിദ്ധീകരിച്ചതാരാ? ഇതുപോലെ കോൺഗ്രസിന്റെ നേതാക്കളല്ലേ? ബിന്ദു കൃഷ്ണ ഉൾപ്പെടെയുള്ള ഈ ഇദ്ദേഹത്തിന് സമാനമായിട്ട് നിൽക്കുന്ന കോൺഗ്രസ് നേതാക്കളല്ലേ? ഇങ്ങനെ വ്യാജ ചിത്രങ്ങളും വ്യാജ പ്രചരണം, നിങ്ങൾക്ക് ശരിയായ വസ്തുത തന്നെ ഉണ്ടെങ്കിൽ, നിയാസ് പറയുന്ന പോലെ ശരിയായ വസ്തുത തന്നെ ഉണ്ടെങ്കിൽ എന്തിനാണ് വ്യാജ ചിത്രങ്ങളും വ്യാജ പ്രചരണങ്ങളും നടത്തുന്നത്? ചില ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് ഒന്ന് ഞാൻ എന്റെ ചോദ്യമായിട്ട് ചോദിച്ചോട്ടെ, ഉപചോദ്യമാണ്. ഇപ്പോൾ പറയുന്ന ഈ ഗൗരവമൊക്കെ നിങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണല്ലോ കേസെടുക്കുന്നത്. KK രമയ്ക്കെതിരെ നിങ്ങളുടെ സൈബർ പോരാളികൾ നടത്തിയ ആക്രമണത്തിന് എത്ര പരാതികളുണ്ട്? അവസാനം പരാതി തന്നെ വേണ്ട എന്ന് അവർ തീരുമാനിക്കുകയായിരുന്നു. എന്താണ്? എന്തെങ്കിലും കേസെടുത്തോ? വനിതാ മാധ്യമ പ്രവർത്തകർക്കെതിരെ നിങ്ങളുടെ സൈബർ കൂട്ടങ്ങൾ നടത്തുന്ന ദൃശ്യങ്ങൾ ചിത്രീകരിച്ചുകൊണ്ടുള്ള ആഭാസ ചിത്രങ്ങൾ ചിത്രീകരിച്ചുകൊണ്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകൾ കേസെടുത്തോ? എത്ര പരാതികൾ വന്നു? കേസെടുത്തോ? ആ ഉപചോദ്യത്തിലേക്ക് ഞാൻ വരാം. ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് ഒന്ന് പൂർത്തീകരിച്ചോട്ടെ. യഥാർത്ഥത്തിൽ ഇവിടെ വെപ്രാളം ആർക്കാണ്? നിയാസ് പറഞ്ഞത് എനിക്കാണ് വെപ്രാളം എന്നാണ്. വെപ്രാളം നിയാസിനാണ്. എന്താ കാര്യം? സിദ്ധാരാമയുടെയും DK ശിവകുമാറിന്റെയും പോലീസ് മിനിഞ്ഞാന്ന് നല്ല കൊടും തണുപ്പുള്ള പുലർച്ചയിൽ 4 മണിക്ക് പോയിട്ടാണ് 3000 വീടുകൾ ഇടിച്ചു നിരത്തിയത്. ബാംഗ്ലൂരിലെ എലഹങ്ക നഗറിൽ ഫക്കീർ കോളനിയിൽ 3000 ഗർഭിണികൾ, കുഞ്ഞുങ്ങൾ പെരുവഴിക്കാണ്. ശരി, അങ്ങ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. നമുക്ക് ഈ വിഷയം സമയക്കുറവുള്ളതുകൊണ്ട് അങ്ങ് ദയവ് ചെയ്ത് ഈ വിഷയത്തിലേക്ക് വരണം. അങ്ങ് പരത്തി പറയാൻ ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടാകാം. ദയവ് ചെയ്ത് അങ്ങ് ഈ പറയുന്ന കടകംപള്ളിയും പോറ്റിയും പോലീസ് ഉദ്യോഗസ്ഥനും കൂടി ഈ ബാംഗ്ലൂർ എയർപോർട്ടിന് പുറത്ത് നടത്തിയ കൂടിക്കാഴ്ചയുടെ ദുരൂഹത കൂടി ഒന്ന് നീക്കി കഴിഞ്ഞാൽ നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം. സ്മൃതി, അവരെല്ലാം പരത്തി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കും ആ കാര്യങ്ങൾ പറഞ്ഞേ പറ്റൂ. അതുകൊണ്ട് വെപ്രാളം എന്ന് പറയുന്നത് നിയാസിന് തന്നെയാണ്. ഇന്ന് തൃശ്ശൂരിലെ മറ്റത്തൂരിൽ 8 കോൺഗ്രസിന്റെ മെമ്പർമാർ ഒന്നിച്ച് രാജിവെച്ച് BJPയിൽ ചേർന്നു. ഒന്നിച്ച് രാജിവെച്ചിട്ട് ഇതുപോലുള്ള വെപ്രാളങ്ങൾ കോൺഗ്രസിനെ UDFിനെ കേരളത്തിൽ പിടികൂടുകയാണ്. അത് മറച്ചുവെക്കാൻ വേണ്ടിയിട്ട് CPMനാണ് വെപ്രാളം, CPMന്റെ പ്രതിനിധിക്കാണ് വെപ്രാളം എന്ന് പറയുകയാണ്. ഇവിടെ വളരെ കൃത്യമായിട്ട് നമ്മുടെ മുന്നിൽ യഥാർത്ഥത്തിൽ ഇവർ ഈ ശബരിമല വിഷയം വെച്ച് അത് ഇടതുപക്ഷ സർക്കാരിന്റെ തലയിലും പിണറായി വിജയന്റെ തലയിലും കെട്ടിവെക്കാമെന്ന് തോന്നി. പക്ഷേ തുരുതുരാ കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നു.
താങ്കൾ ഈ പറഞ്ഞ സംഭവത്തിൽ ബി.ജെ.പിയിൽ ചേർന്നിട്ടില്ല കേട്ടോ. ബി.ജെ.പിയിൽ ചേർന്നു എന്ന് പറയുന്നത് അങ്ങ് പറയുന്നത് ശരിയല്ല. ഈ പറഞ്ഞ കാര്യങ്ങൾ ബി.ജെ.പിയിൽ ചേർന്നിട്ടില്ല. കോൺഗ്രസ് രാജിവെച്ചു. സ്വതന്ത്രനെ വോട്ട് ചെയ്തല്ല. പറയുമ്പോൾ അങ്ങ് പരത്തി പറഞ്ഞാൽ അതിനുള്ള വ്യക്തമായ മറുപടി പറയണം. സ്മൃതിക്ക് കെ രമയുടെ കാര്യം ചോദിക്കാം. ഈ വിഷയവുമായിട്ട് കെ രമയുടെ കാര്യത്തിന് എന്താ ബന്ധമുള്ളത്? സൈബർ ആക്രമണമാണ്. അല്ലല്ല, സൈബർ കുറ്റത്തെ കുറിച്ചാണ് ചർച്ച. സൈബർ ആക്രമണത്തെ കുറിച്ചാണ് ചർച്ച. അല്ല, സൈബർ ഇടത്തെ തോന്നിവാസത്തെ കുറിച്ചാണല്ലോ ചർച്ച. വിഷയത്തിൽ ഊന്നിയിട്ടാണ് ഞാൻ ചോദിച്ചത്. നിങ്ങൾ ഗൗരവത്തിൽ കേസെടുക്കുമ്പോൾ ഏതൊക്കെ കാര്യങ്ങൾ കേസെടുക്കുന്നു? നിങ്ങൾക്ക് പൊള്ളുമ്പോൾ മാത്രം കേസ്. സ്മൃതിക്ക് വലിയ വിഷമം വരികയാണ്. കാരണം കോൺഗ്രസിന്റെ ചെമ്പ് ഇങ്ങനെ പൊളിഞ്ഞു UDF-ന്റെ ചെമ്പ് ഈ കടകംപള്ളിയുടെ ചെമ്പ് ഒന്ന് പൊളിച്ചു തരൂ. കടകംപള്ളിയുടെ ചെമ്പ് ഒന്ന് പൊളിച്ചു തരൂ പ്ലീസ്. എത്ര നേരമായി ചോദിക്കുന്നു. വിഷയങ്ങളിലേക്ക് പോകാം. അപ്പൊ സ്മൃതിക്ക് എന്തും പരത്തി ചോദിക്കാം. പക്ഷെ മറുപടി പറയുന്നത് ഞങ്ങൾ പരത്തി പറയാൻ പാടില്ല. ഇതൊക്കെ എന്ത് ഡിബേറ്റാണ്? ഇതിനേക്കാൾ നല്ലത് നിങ്ങൾ കോൺഗ്രസിന്റെ കുപ്പായിട്. നിങ്ങൾ റിപ്പോർട്ടർ ചാനലിന്റെ ആങ്കർ എന്ന് പറയല്ല. നിങ്ങൾ അതിനെന്തൊരു അന്തസ്സുണ്ട്. ഇപ്പോ നിയാസ് വന്നിരിക്കുന്നു, ഞാൻ വന്നിരിക്കുന്നു. ഞങ്ങൾ ഇന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ആള് പരസ്യമായി പറഞ്ഞിട്ടാ. പക്ഷെ താങ്കൾ ചെയ്യുന്നത് എന്താ? ഒരു ആങ്കർ എന്നുള്ള നിലയിൽ കാണിക്കേണ്ട നീതിപൂർവമായ തുടക്കത്തിൽ ഒരു ക്ലാസ്, അവസാനം ഒരു ക്ലാസ്, ടൈം ഇല്ലാത്തതുകൊണ്ടാണ്. അങ്ങൊന്ന് പറയൂ. കടകംപള്ളി പോറ്റി ചിത്രം പോലീസ് ഉദ്യോഗസ്ഥനും ഉണ്ട്. ക്ലാസ് എടുക്കേണ്ടവർക്ക് ക്ലാസ് എടുത്തിട്ടേ പോകാൻ പറ്റൂ. താങ്കൾക്ക് ക്ലാസ് ആവശ്യമായി വരികയാണ്. എനിക്ക് പാർട്ടി ക്ലാസ്സിൽ മനസ്സില്ല, താല്പര്യമില്ല. അങ്ങയുടെ പാർട്ടി ക്ലാസ്സിൽ ഇരിക്കാൻ എനിക്ക് താല്പര്യമില്ല. ചെയ്യുമ്പോൾ അത് പറയേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, ഞങ്ങൾക്ക് അത് പറഞ്ഞേ പറ്റൂ. എന്റെ ചോദ്യത്തിന് ഉത്തരമുണ്ടോ? കടകംപള്ളി പോറ്റി പോലീസ് ഉദ്യോഗസ്ഥൻ ബാംഗ്ലൂർ എയർപോർട്ടിന് പുറത്തുള്ള ഫോട്ടോ അത് AI ചിത്രമല്ല. ശ്രീ VPP മുസ്തഫ, അതൊന്ന് വിശദീകരിക്കൂ. അതുകൊണ്ട് സ്മൃതിയുടെ നേതാവായിട്ടുള്ള സോണിയാഗാന്ധി തൊട്ട് ഈ പറയുന്ന സുബ്രഹ്മണ്യനെ വരെ രക്ഷിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇങ്ങനെ പിണറായി, കടകംപള്ളി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് അത്തരം അസംബന്ധ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടതില്ല. ഇവിടെ വ്യാജ ഒറിജിനൽ ചിത്രം ശ്രീ VPP മുസ്തഫ, ഒറിജിനൽ ചിത്രം ശ്രീ VPP മുസ്തഫ, മറച്ചുപിടിക്കാൻ വേണ്ടിയിട്ട് ഒറിജിനൽ ചിത്രം ഇതുവരെ കയ്യിലുണ്ടായിട്ടും അത് പുറത്തുവിടായിരുന്ന ഷിബു ബേബി ജോൺ നിങ്ങൾ സോണിയാഗാന്ധിക്കെതിരെ ആവർത്തിച്ചു പറഞ്ഞതുകൊണ്ട് മാത്രം പുറത്തുവിട്ട ചിത്രമാണ്. ഒരു വീഡിയോ കാണിക്കുമ്പോൾ അത് AI ജനറേറ്റ്. താങ്കൾ സ്മൃതി ഈ പറയുന്ന പോലെ നീതിപൂർവമാണ് പെരുമാറുന്നതെങ്കിൽ എന്റെ വീഡിയോ ഇവിടെ കാണിക്കുമ്പോൾ താങ്കൾ പറയണ്ടേ അതിൽ AI ജനറേറ്റഡ് മാത്രം കാണുന്നത്. AI ജനറേറ്റർ പല അശ്ലീലവുമുണ്ട് ശ്രീ VPP മുസ്തഫ. അല്ലല്ല, ഇല്ല. എന്താണ് കാര്യം? AI ജനറേറ്റർ എന്ന് കൃത്യമായിട്ട് എഴുതിയിട്ട് അവിടെ വേറെ ഒരു വാചകവും പറയുന്നില്ല. എന്നാൽ ഇവിടെ ഒറിജിനൽ ഫോട്ടോ വക്രീകരിച്ചിട്ടാണ് ഈ സുബ്രഹ്മണ്യം ഫോട്ടോ ഉണ്ടാക്കിയത്. അതാ രണ്ടും തമ്മിൽ വ്യത്യാസം. എന്നിട്ട് അത് AI ജനറേറ്റർ എന്ന് പറയുന്നില്ല. ഇടതുപക്ഷ വിരോധം കഴിഞ്ഞിട്ട് കേട്ടില്ലേ? അതെങ്ങനെയാണ് കലാപാഹ്വാനമാകുക? വിശദീകരിക്കാമോ? എങ്ങനെ കലാപാഹ്വാനമാകും? ഒരു ഒറിജിനൽ ഫോട്ടോ, ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നു, ഒരു ഒറിജിനൽ ഫോട്ടോ വക്രീകരിച്ച് AI-യുടെ സഹായത്തോടെ വേറെ രീതിയിൽ ഉണ്ടാക്കുന്നതും AI-യിൽ ഒരു ഫോട്ടോ ജനറേറ്റ് ചെയ്തുണ്ടാക്കുന്നതും രണ്ടും തമ്മിൽ വ്യത്യാസമില്ലേ? ആയിക്കോട്ടെ, അങ്ങനെയെങ്കിൽ അപമാനിക്കുന്ന രൂപത്തിൽ AI ചിത്രം ഉണ്ടാക്കിയാൽ അങ്ങ് പങ്കുവെക്കുമോ? അല്ലല്ല, അങ്ങനെ പ്രധാനപ്പെട്ട ചോദ്യം ഉന്നയിക്കാനുള്ള സ്പേസ് ആണ് തന്നിരിക്കുന്നത്. അല്ലല്ല, ശ്രീ VPP മുസ്തഫ, ആരെന്ത് അശ്ലീലവും ഈ പറഞ്ഞ AI രൂപത്തിൽ ചിത്രീകരിച്ച അങ്ങ് ഷെയർ ചെയ്യുമോ? അങ്ങ് ഷെയർ ചെയ്യുമോ? സുബ്രഹ്മണ്യൻ കാണിച്ചത് തെറ്റാണ് എന്ന് സ്മൃതിക്ക് എന്തേ പറയാൻ കഴിയും? അപ്പൊ ഞാൻ നിയാസിനോട് ചോദിച്ചത് അങ്ങ് കണ്ടില്ലേ? ഞാൻ ശ്രീ നിയാസിനോട് ചോദിച്ച അങ്ങ് കേട്ടില്ലേ? അങ്ങക്ക് അങ്ങയോടുള്ള ചോദ്യങ്ങൾ മാത്രമേ ചെവിയിൽ പതിയുള്ളൂ എന്നാണോ? അത് ചോദിച്ചിട്ടില്ല. നിങ്ങൾ അത് ചോദിച്ചിട്ടില്ല. അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ടില്ല. അങ്ങ് ഉദ്ദേശിക്കുന്ന രൂപത്തിൽ അങ്ങ് എഴുതി തരുന്ന ചോദ്യങ്ങൾ ചോദിക്കാനല്ലോ ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ഞാൻ എനിക്ക് ചോദിക്കാനുള്ള ചോദിച്ചിട്ടുണ്ട്. അങ്ങയുടെ ഉത്തരമില്ലായ്മയാണ് ഇക്കാര്യത്തിൽ